പായൽ മൂടിക്കിടന്ന എൻ്റെ വീടിൻ്റെ ടെറസ് ഈ കഴിഞ്ഞ മഴക്കാലത്ത് ക്ലീൻ ചെയ്തതിൻ്റെ വീഡിയോയാണ് ഈ കാണുന്നത്. പൊതുവെ ഒരു പണിയും പുറത്തു കൊടുത്ത് ചെയ്യിക്കാത്ത അറുപിശുക്കനായിട്ടാണ് എന്നെ നാട്ടുകാർ കാണുന്നത്. KSEB മീറ്റർ റീഡിങ്ങിന് പോകുമ്പോൾ 100 കൺസ്യൂമർ എടുക്കുമ്പോൾ 892 രൂപയാണ് ലഭിക്കുക. ഈ വാർക്ക ക്ലീൻ ചെയ്യുന്ന പണി ഒരാളെ കൂലിക്ക് നിർത്തി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ 1000 രൂപ കൂലി കൊടുക്കേണ്ടി വരും. അതും ഏറ്റവും കുറഞ്ഞതാണ് കേട്ടോ. താരതമ്യേന ലാഭം ഇങ്ങനെയുള്ള ജോലികൾ എനിക്ക് സ്വയം ചെയ്യുന്നതാണ്. വീട് പണിത സമയത്ത് വീടിൽ വൈറ്റ് സിമെന്റ് അടിക്കുക, പ്രൈമർ അടിക്കുക മുതലായ പണികൾ ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ്. ഇത്തവണ വീട് വൃത്തിയാക്കി പെയിന്റ് ചെയ്യാമെന്ന് കരുതിയതാണ്. ഘട്ടം ഘട്ടമായാണ് പല ജോലികളും ചെയ്തു തീർക്കുന്നത്. വീട് വാർത്ത് പ്ലാസ്റ്റർ ചെയ്ത ഉടനെ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ടിയിരുന്നതായിരുന്നു. അങ്ങനെയെങ്കിൽ ഇങ്ങനെ പായൽ പിടിക്കില്ല. ഇനി ഇത് ഏതെങ്കിലും ഒരു പഞ്ചവത്സര പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇതിന് മുകളിൽ ഷീറ്റിട്ട് എടുക്കണം. ആ കാണുന്ന മരങ്ങളൊക്കെ വെട്ടിക്കളഞ്ഞതിന്റെ വീഡിയോയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ അപ്ലോഡ് ചെയ്തത്. ഈ കാണുന്ന പ്രഷർ വാഷർ അത്യാവശ്യം നല്ല പവറുള്ള പ്രഷർ വാഷർ ആയിരുന്നു. 550 രൂപയാണ് ഇതിന്റെ വാടക. പ്ലാസ്റ്റർ ചെയ്തതിന് ശേഷം ആദ്യമായാണ് ടെറസ് വൃത്തിയാക്കുന്നത്. പായൽ പിടിച്ചത് കൊണ്ടാകാം പ്ലാസ്റ്റർ ചെയ്ത മണലൊക്കെ അല്പം എഴുന്നു പോന്നിരുന്നു. ഭിത്തി കഴുകിയ ഉടനെ പ്രൈമറും പെയിന്റും അടിച്ചിടണമെന്ന് കരുതിയതാണ്. ഇതുവരെ നടന്നിട്ടില്ല. വീടിന് സമീപം നിന്ന മരങ്ങൾ വെട്ടി മാറ്റിയത് കൊണ്ട് ഇനി ഇതിനു മുകളിൽ ഒരു പക്ഷേ ഈ വിധം പായൽ പിടിക്കില്ലായിരിക്കാം. എന്തായാലും അധികം താമസമില്ലാതെ ഇത് പെയിന്റ് ചെയ്തെടുക്കണം. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പായൽ പിടിച്ചിരുന്നത് കൊണ്ട് ഈ കാണുന്ന ടെറസ് ക്ലീൻ ചെയ്യാൻ തന്നെ ഒരു ദിവസം മുഴുവൻ വേണ്ടി വന്നു. പണി അറിഞ്ഞുകൂടാത്ത ഞാൻ ഇത് ചെയ്യാൻ ശ്രമിക്കുന്നത് കൊണ്ടാണോ എന്ന് ആദ്യം വിചാരിച്ചിരുന്നു. പക്ഷെ ടെറസ് ക്ലീൻ ചെയ്യുന്നതിനൊക്കെ എന്ത് പണി അറിയാനാണ്. വീടിൻ്റെ പുറംഭിത്തി ക്ലീൻ ചെയ്യാൻ വേണ്ടി പ്രഷർ വാഷർ വീണ്ടും അടിക്കേണ്ടി വരും. പുറംഭിത്തി ക്ലീൻ ചെയ്യുന്ന പണി 2 ദിവസം കൊണ്ട് തീർക്കാമെന്ന് കരുതുന്നു. മഴക്കാലത്ത് അത്യാവശ്യം വീഴ്ക്കലുണ്ടായിരുന്ന സമയത്താണ് ഇത് ക്ലീൻ ചെയ്തത്. ഇപ്പോഴാണ് ക്ലീൻ ചെയ്തിരുന്നതെങ്കിൽ ഇത്ര പ്രയാസം ഉണ്ടായില്ലായിരുന്നു എന്ന് കരുതുന്നു. ടെറസിന് മുകളിൽ വൈറ്റ് സിമെന്റ് അടിക്കുന്നത് മണൽ എഴുന്നു പോരാതിരിക്കുന്നതിനൊപ്പം ചൂട് കുറയ്ക്കാനും സഹായിക്കുമെന്ന് കരുതുന്നു. വെള്ള കളർ സൂര്യപ്രകാശം ആഗിരണം ചെയ്യുകയില്ലല്ലോ. ഇനി ഇത് വൈറ്റ് സിമെന്റ് അടിക്കുന്നതിന്റെ വീഡിയോയുമായി വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.